കർത്താവിന്റെ ദാസനെ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു ആരാധന കൂടെ ദൈവം നമുക്ക് തന്നത് ഓർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുപോലെ പ്രിയ സിസ്റ്റർ എഫ്സി നാഗർകോവിൽകാരിയാണ്. എന്നാൽ ജോലിയോടുള്ള ബന്ധത്തിൽ ഈ മദർ കെയർ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ട് പരിചയപ്പെടുവാനും ഇവിടുത്തെ ആരാധനയെ പരിചയപ്പെടുത്തുവാനും ഇടയായി തീർന്നു. ഈ ആരാധനയെ കടന്നു വന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ച ദൈവം നമ്മെ അതിശയകരമായി നടത്തി. ഇന്നലെ നമ്മുടെ സെന്ററിന്റെ മാസയോഗമായിരുന്നു. നമ്മുടെ സഭയുടെ സാന്നിധ്യം വളരെ അനുഗ്രഹമായിരുന്നു. 10-11 പേർക്ക് ആ മാസയോഗത്തിൽ കടന്നു പോകുവാനും ഇന്നലത്തെ ആത്മീക ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മുടെ സെബാസ്റ്റ്യൻ അച്ചാന്റെ മകന്റെ മകളുടെ വിവാഹ ബന്ധമായിട്ട് നാട്ടിൽ അവർ ക്രമീകരിച്ച ആ റിസപ്ഷൻ പ്രോഗ്രാമിൽ ദൈവസഭയായി തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾക്ക് 3 പേർക്ക് മത്തായിച്ചാനും എൽദോസച്ചാനും എനിക്കും ഞങ്ങൾക്ക് ആ പ്രോഗ്രാമിൽ പോകുവാനും സംബന്ധിപ്പാനും ഇടയായി തീർന്നു. മറ്റു ചില പ്രിയപ്പെട്ടവരെ കൂടെ അച്ചാൻ വിളിച്ചെങ്കിലും അവരുടെ സാഹചര്യങ്ങൾ അതിന് അനുവദിച്ചില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് കടന്നു വരുവാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യവും ഓർപ്പിക്കുകയാണ്. ഞാനിവിടെ ഓർപ്പിച്ച പോലെ അനിത കഴിഞ്ഞ 6 ദിവസമായിട്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിലുമാണ്. ഇന്നാണ് ആ ഉപവാസം തീരുന്നത്. ഇത്രത്തോളം ദൈവം ബലപ്പെടുത്തുവാനും സഹായിക്കുവാനും ഇടയായി തീർന്നു. പ്രാർത്ഥനയിൽ വഹിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ദൈവം ധാരാളമായി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് അല്പസമയം നമ്മുടെ മാത്യു അപ്പച്ചനോടാണ് സങ്കീർത്തനം പ്രബോധിപ്പിക്കാൻ പറഞ്ഞത്. എന്നാൽ സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനും പറയുന്നില്ല, മാത്യു അപ്പച്ചനും പറയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ആഴ്ച പ്രിയ അപ്പച്ചൻ ചില മിനിറ്റുകൾ നമ്മളുമായി ദൈവജനം സംസാരിക്കും. നമ്മുടെ പാസ്റ്റർ എപ്പോഴെങ്കിലുമാണ് നമുക്ക് വീണ് കിട്ടുന്നത്. അപ്പോൾ പാസ്റ്ററിൽ നിന്നുള്ള ദൈവത്തിന്റെ വചനം കേൾക്കാൻ നമുക്ക്